റഡാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒരു അഡ്രിനോ യൂണോ ബോർഡ് നമുക്ക് ഒട്ടുമിക്ക സൈറ്റുകളിൽ അതുപോലെ ഇലക്ട്രോണിക് ഷോപ്സിലും കിട്ടുന്നതാണ്. പിന്നെ ഒരു അൾട്രാസോണിക് സെൻസറും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമുക്കൊരു സെർവോ മോട്ടർ വേണം. ഞാൻ അറിയാതെ എഡിറ്റ് ചെയ്തപ്പോൾ സ്റ്റെപ്പർ മോട്ടറിൽ നിന്ന് ഇട്ടുപോയി. സെർവോ മോട്ടറാണ് നമുക്ക് വേണ്ടത്. ഇതിൻ്റെ മൂന്നിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നിന്നാണ്. മേടിക്കേണ്ടവർക്ക് അവിടെ പോയി മേടിക്കുക. അതുപോലെ നമുക്കത് കൂടാതെ നമുക്ക് വേണ്ടത് ഫോം ഷീറ്റ്സോ കാർഡ്ബോർഡോ ഇതിന് ഇരിക്കാൻ വേണ്ടി നമുക്കൊരു ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഫോം ഷീറ്റ്സ് വേണ്ടത്. പിന്നെ ജമ്പർ വയർ. ഈ സർക്യൂട്ട് അനുസരിച്ച് നമുക്ക് അഡ്രിനോയും ബാക്കി കമ്പോണൻസും നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ജമ്പർ വയർ നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ കട്ടിങ്ങിനും മാർക്കിങ്ങിനും വേണ്ട ടൂൾസ്. പിന്നെ ഞാൻ ചെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ടിനനുസരിച്ച് കണക്ട് ചെയ്യാൻ പാകത്തിന് ഞാൻ 2 ജമ്പർ വയർ കട്ട് ചെയ്തിട്ട് സോൾഡർ ചെയ്ത് വെച്ചേക്കുകയാണ്. അനുസരിച്ച് കണക്ട് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അൾട്രാസോണിക് സെൻസറിൽ ട്രിഗർ എക്കോ എന്ന് പറഞ്ഞ് 2 പിന്നുകൾ കാണും. ആ ട്രിഗർ നമ്മുടെ അഡ്രിനോയുടെ ഡിജിറ്റൽ പിൻ 10 അതുപോലെ തന്നെ എക്കോ ഡിജിറ്റൽ പിൻ 12 അതുപോലെ സെർവോ മോട്ടറിൽ ഒരു ഓറഞ്ച് വയറുണ്ട്. അത് നമ്മൾ ഡിജിറ്റൽ പിൻ 12 കണക്ട് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അൾട്രാസൗണ്ട് സെൻസറിനും സ്റ്റെപ്പർ മോട്ടറിനും രണ്ടിനും VCC ഗ്രൗണ്ട്, VCC എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്, ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ്. മിക്കവാറും സ്റ്റെപ്പർ മോട്ടറിൽ ചുവപ്പ് വയറാണ് പോസിറ്റീവ്. ആ ചുവപ്പ് വയർ നമ്മുടെ അൾട്രാസൗണ്ട് സെൻസറിൻ്റെ VCCയിലോട്ട് കണക്ട് ചെയ്യണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമ്മുടെ 5 വോൾട്ടിലോട്ട് കണക്ട് ചെയ്യണം. അഡ്രിനോ ബോർഡിലുള്ള അതിന് പ്രത്യേക സ്ലോട്ട്സ് ഉണ്ട്. നമ്മൾ സർക്യൂട്ടിനനുസരിച്ച് സംഭവം സെറ്റാക്കി കഴിഞ്ഞ് ഇതിന് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി, റഡാർ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനൊരു ബേസ് ഉണ്ടാക്കുകയാണ്. അതിന് ഫോം ബോർഡ് വെച്ച് കട്ട് ചെയ്ത് നമ്മൾ ബേസ് ഉണ്ടാക്കാൻ പോവുക.
പ്രോജക്റ്റ് നമ്മൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണെങ്കിൽ നമ്മൾ ഇത് ചെയ്യാനുള്ളത് അഡ്രിനോയിൽ പ്രോഗ്രാം ചെയ്യണം. അഡ്രിനോയിൽ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ അഡ്രിനോ കമ്പ്യൂട്ടറുമായിട്ടോ ഫോൺ വഴിയും വേണേൽ പ്രോഗ്രാം ചെയ്യുക, കണക്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് 2-3 സോഫ്റ്റ്വെയറുകൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ് ചെയ്ത് വെക്കേണ്ടതാണ്. ഒന്ന് അഡ്രിനോ ID എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയറും അതുപോലെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറും. നമ്മൾ ഈ രണ്ട് സോഫ്റ്റ്വെയറിനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. കൂടാതെ അഡ്രിനോയിലോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള കോഡും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് നമ്മൾ ആ കോഡ് ഉള്ള ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ചെയ്യുമ്പം അഡ്രിനോ റഡാർ എന്ന് പറഞ്ഞൊരു ഫയൽ കാണും. അതിൽ അഡ്രിനോ radar.ino എന്ന് പറഞ്ഞ ഫയൽ കാണും. അത് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇപ്പോൾ കാണുന്ന പോലെ ഒരു സ്ക്രീൻ വരും. എന്നിട്ട് നമ്മൾ അഡ്രിനോ കണക്ട് ചെയ്തിട്ട് അതിൽ ഏത് പോർട്ടിലാണ് കണക്ട് ചെയ്തേക്കുന്നതെന്ന് സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ ഏത് തരം അഡ്രിനോ ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആ കോഡ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യുക. നമ്മൾ അഡ്രിനോ തിരിച്ച് സർക്യൂട്ടിലോട്ട് കണക്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രോസസ്സിങ് നമ്മൾ റഡാറിൻ്റെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ കൂടെ തന്നെ ഒരു അഡ്രിനോ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു ഇതുണ്ട്, ഒരു ടെക്സ്റ്റ് ഫയൽ. അതിലെ ടെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്യണം. ഫുള്ള് ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് ഫുള്ള് കോപ്പി ചെയ്തിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സോഫ്റ്റ്വെയർ പ്രോസസ്സിങ്ങിൽ ഒരു ന്യൂ വിൻഡോ ഓപ്പൺ ചെയ്യണം. അതായത് പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയറിൽ നമ്മൾ പുതിയതായിട്ടൊരു വിൻഡോ ഓപ്പൺ ചെയ്യുക. I can't believe the night lay waste to all we'd given, but honestly പ്രോസസ്സിങ്ങിൽ ഈ വിൻഡോ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ നേരത്തെ കോപ്പി ചെയ്ത് വെച്ചിരുന്ന ആ ഒരു കോഡ് നമ്മൾ പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ആ അഡ്രിനോ വീണ്ടും PC-യിലോട്ട് കണക്ട് ചെയ്തിട്ട് ഇതിൽ റൺ എന്ന് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്, റൺ, അതിൽ ക്ലിക്ക് ചെയ്യുക. റൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്ക്രീനിൽ ഇതുപോലൊരു ഡിസ്പ്ലേ ആയിരിക്കും വരുന്നത്. ഇതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ റഡാർ റൊട്ടേറ്റ് ചെയ്യുന്നതനുസരിച്ച് അതിൽ റെഡ് കളറിൽ കാണുന്ന ഒബ്സ്റ്റക്കിൾ ഡിറ്റക്റ്റ് ചെയ്യുന്നതും അതുപോലെ ഗ്രീൻ കാണുന്നത് ഫ്രീ ആയിട്ടിരിക്കുന്ന ഏരിയാസുമാണ്. അതുപോലെ താഴെ ആംഗിൾ എത്ര ഡിഗ്രിയാണ് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, അതുപോലെ എത്ര ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഒബ്സ്റ്റക്കിൾ വരുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു വലിയ കോസ്റ്റ് ഒന്നും ആകില്ലാത്തൊരു പ്രോജക്റ്റാണ്. അധികം പരിചയമൊന്നും ആകത്തില്ല. കൊച്ചു കുട്ടികൾക്ക് വരെ ചെയ്യാവുന്നൊരു പ്രോജക്റ്റാണ്. എല്ലാവരും ചെയ്തു നോക്കുക. Cause we can run, and we can run, cause stars that fall all for you. So tell me now what's left to